എൻ്റെ ബോഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്വീൻ എന്നുള്ള പടം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വലിയൊരു പടം വന്നത്, മാമാങ്കം എന്ന് പറയുന്ന ഒരു പടം വന്നത്. അപ്പോൾ ആ പടത്തിൽ അപ്പോൾ എൻ്റെ അതിന് മുന്നേ ഉള്ള ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95 കിലോ വെയിറ്റൊക്കെ ഉള്ള ഒരു ബോഡിയായിരുന്നു. ഭയങ്കര സത്യം പറഞ്ഞാൽ പ്ലിക്കാന്തടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ബോഡിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മാമാങ്കം എന്നുള്ളൊരു സിനിമ വന്നു. അപ്പോൾ ആ സിനിമയിൽ ഒരു യോദ്ധാവായിട്ടാണ്. അപ്പോൾ ബോഡി വേണം, കളരി പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഷൈജംബായിനെ ഞാൻ അപ്പോഴാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടൊവിനോയുടെ ആണെങ്കിലും അതേപോലെ ഉണ്ണിമൂന്തിൻ്റെ ആണെങ്കിലും ഒക്കെ ബോഡി ചെയ്തു കൊടുത്തത് പുള്ളിയാണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി ഓക്കെ, പുള്ളീനെ ഒന്ന് മീറ്റ് ചെയ്താൽ ചിലപ്പോൾ ബോഡി ഒന്ന് ചേഞ്ച് ആയേക്കാം എന്ന് വിചാരിച്ച് പുള്ളീനെ ഒന്ന് മീറ്റ് ചെയ്തു. പുള്ളി കണ്ട ഉടനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു ഷോക്ക് കിട്ടിയൊരു സമയം ഉണ്ടായിരുന്നു. കാരണം പുള്ളി എൻ്റെ ഷർട്ട് ഊരിയപ്പോഴാണ് പുള്ളിക്ക് എക്സാക്റ്റ് എൻ്റെ ബോഡി എന്താണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ഒരു 95 കിലോ പക്ക ഫാറ്റ്, ഫുൾ ഫാറ്റ്, ബോഡിയിൽ ഫുൾ ഫാറ്റ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. രാവിലെ നേരെ ജിമ്മിൽ പോവും. ജിമ്മിൽ പോയി കാർഡിയോ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നേരെ കളരിക്ക് പോവാണ്. കളരി ഒരു രാവിലെ മുതൽ സുമാർ ഒരു ഈവനിങ് വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഉള്ള റെസ്റ്റ് ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടതല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായി വീണ്ടും ജിമ്മിൽ പോവുക. അപ്പോൾ അപ്പോഴാണ് മസിൽ ഡെവലപ്മെൻറ്റിലുള്ള ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്, വെയിറ്റ് ഗെയിനിങ് എക്സസൈസൊക്കെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു റുട്ടീൻ. അത് ഇത്തിരി നല്ല പ്രയാസം തന്നെയായിരുന്നു, നല്ല പ്രയാസമായിരുന്നു. കാരണം എനിക്ക് യാതൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല എൻ്റെ ബോഡി ഇങ്ങനൊരു ഷേപ്പിലാവും എന്നുള്ളത് തീരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എന്താണ് പ്രോപ്പറായിട്ട്, എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് വരിക പ്രോപ്പറായിട്ട് എന്നുള്ളതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ ബോഡി മാറുന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് പുള്ളിയുടെ പുഷിങ് തന്നെയാണ്, അങ്ങനെ തന്നെ പറയണം. കാരണം എനിക്ക് ആ ഭാഗത്ത് കോൺഫിഡൻസ് ഇല്ല, പക്ഷേ എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കാരണം ഞാൻ വർക്കൗട്ട് ചെയ്യും, പുള്ളി പറയണതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും. പക്ഷേ എനിക്കൊരു ഡെവലപ്മെൻറ്റ് എനിക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അതിലൊക്കെ. പക്ഷേ കുറേശ്ശെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. 1 മാസത്തോളമൊക്കെ റെസ്റ്റൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡെവലപ്മെൻറ്റ് കുറേശ്ശെ ബോഡിയിൽ ആദ്യമൊക്കെ വന്നത്. ട്രൈസിൻ്റെ ഒക്കെ ഒരു മസിൽസ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഭയങ്കര ഹാപ്പി, ഓക്കെ എന്തൊക്കെയോ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പിന്നെ കൂടുതൽ ആവേശമായി നമുക്കും ചെയ്യണമെന്ന്. പിന്നീട് അങ്ങോട്ട് പക്ക ട്രെയിനിങ്ങിനായിരുന്നു. നമ്മൾ പുള്ളി പറയണത് അതേപോലെ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള ബെനിഫിറ്റും ഉണ്ടായിരുന്നു.